നമസ്കാരം. BTALKS ചാനലിന്റെ മീറ്റ് ദി ഓണ്ടർപ്രണർ എന്ന ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് വാലൻഫോർഡ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ മിസ്റ്റർ സഞ്ജു സുരേന്ദ്രൻ ആണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ്ങിൻ്റെയും കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൻ്റെയും കൺസൾട്ടൻറ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ആണ് ഇദ്ദേഹം. മാത്രമല്ല ഇന്ത്യയിലും അബ്രോഡിലും ഉൾപ്പെടെ 14 വർഷത്തോളം എക്സ്പീരിയൻസ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലും കരസ്ഥമാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. സർ, വെൽക്കം ടു ദി ഷോ. എൻ്റെ പേര് സഞ്ജു. ഞാൻ സ്പെഷ്യലിസ്റ്റ് ആൻഡ് കൺസൾട്ടൻറ്റ് ഫോർ ഇൻറ്റീരിയർ ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ഫീൽഡ്. I am also a consultant for residential infrastructure and commercial building. I also do conceptual designs for furnitures, concept development for brands, franchises. സാറിൻ്റെ വാലൻഫോർഡ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് ഒന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Wallenford Group actually സ്റ്റാർട്ട് ചെയ്ത് 2020 മാർച്ചിലാണ്. The vision to provide high quality of work in the construction industry. Actually Wallenford Group ൻ്റെ അകത്ത് 3 സബ്സിഡറി കമ്പനീസ് ഉണ്ട്. ഒന്ന് Wallenford Interiors, Builders and Developers and Trading. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്നൊരു ആസ്പെക്റ്റ് മുന്നിൽ കണ്ടാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഈ 3 കമ്പനിയും ആഡ് ചെയ്യാൻ കാരണം ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള എല്ലാ തരം എന്താ പറയുക കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രം ഇൻറ്റീരിയർ ടു ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ടു ട്രേഡിംഗ് ഇൻക്ലൂഡിംഗ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, stainless steel water tanks. Wallenford Group is focused to provide a quality service to the engineering field. Actually, we have now 3 offices. We have one in Pujapura, which is a sales office. Our head office is in Neyyatingara. And in order to get more sales, we have started a new office in Nagarkoil. And we are about to start a new office in Mumbai. Which is under discussion stage now. Probably after this pandemic is getting over, we will be moving there also. Actually, our main services is like 3D designing, architectural works and architectural painting works, budgeted homes, home construction, retail, interior on mall retails. We are direct dealers and distributors for stainless steel water tanks. We do automation services. One of our specialties is smart automation. Wherever you are, where you are in US or UK or somewhere, your home in a local area can be managed within your phone. So that is we are in partnership with one of the major dealer in India. And ഇത് നമ്മൾ അവരെ സഹായത്തോടുകൂടി നമ്മളിവിടെ കേരളത്തിൽ അതിപ്പോൾ പിന്നെ ബഡ്ജറ്റഡ് കോസ്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. CCTV we are providing around 5 years warranty. Usually 2 years ആണ് സാധാരണ കൊടുക്കാറുള്ളത്. So we give 5-year warranty. Like നമ്മളൊരു ടാഗ് ലൈൻ ഉണ്ട്, from ideas to designs we make it. So we take the ideas from the client, we try to incorporate with the ideas which client has provided. If there is no obstructions, we go through that angle. പിന്നെ എന്താ പറയുക, റീറ്റെയിൽ, കൊമേഴ്ഷ്യൽ, നമുക്ക് മോൾസിൽ എക്സ്പീരിയൻസ് ഉണ്ട്. My previous experience, we have done many projects in the malls like Dubai Mall. നമുക്കിപ്പോൾ we have taken more on to the cost effective interior which apt the house. I mean വീട്ടിൽ ആപ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ നമ്മൾ will try to implement it. Rather എല്ലാം വലിച്ചു വാരിയിട്ടുള്ളൊരു കോൺസെപ്റ്റ് അല്ലാതെ simple, we keep it simple. Okay, so Wallenford Builders, we develop, we build and we sell, and we do construction, premium duplex villas by what do you call cost effective manner, compromising the material,
അപ്പോൾ ക്വാളിറ്റി ഓഫ് വർക്ക് നമുക്ക് എക്സ്പെൻസീവ് അല്ലാതെ ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ട്രേഡിങ്ങിലാണെങ്കിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഈസ് ആക്ച്വലി ക്യാൻസർ ഫ്രീ ഇനിഷ്യേറ്റീവ് മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രീ ഇനിഷ്യേറ്റീവ് മുന്നിൽ കണ്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിന് നമ്മൾ റാദർ ഒരു പ്ലാസ്റ്റിക് ടാങ്കിന് 10 to 12 year വാറൻറ്റി ഉള്ള അതേ സംഭവം വി ആർ ഗിവിങ് 40 years വാറൻറ്റി. സോ ദിസ് ഈസ് ഹൈജീനിക്, ഹീറ്റ് റെസിസ്റ്റൻറ്റ്. ഇതിനൊരു മിറർ ഫിനിഷാണ്. അപ്പോൾ സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ ചൂട് കുറയ്ക്കുന്നു. ആൽഗെ, ഫംഗസ് അങ്ങനെയുള്ള ഒരു ബാക്ടീരിയാസ് അങ്ങനെയൊന്നും ഇതിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ആവത്തില്ല. 2 ഗ്രേഡിലുണ്ട്, 316 ഉണ്ട്, 314 ഗ്രേഡിലുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയാൻ പറ്റിയ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എന്ന് പറഞ്ഞാൽ ഈസി ടു ക്ലീൻ ആണ്. അപ്പോൾ ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ്, താഴെ ഒരു കോണിക്കൽ ഷേപ്പ് ആയതുകൊണ്ടും അതിൻ്റെ ഒരു ഡ്രെയിൻ പൈപ്പ് വെച്ചിട്ട് ഈസി ടു ക്ലീൻ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 സബ്സിഡറി കമ്പനീസ്. ഓക്കെ. അപ്പം സാറ് പറഞ്ഞ പോലെ ഇപ്പം ഒരു കസ്റ്റമർ ഐഡിയ കൺവേ ചെയ്യുമ്പം സാർ അതനുസരിച്ച് ബിൽഡ് ചെയ്ത് കൊടുക്കും. ഇപ്പം ചില കസ്റ്റമേഴ്സിന് ഐഡിയാസ് കൺവേ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ലൈക്ക് നമ്മളിപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് നമുക്ക് അങ്ങനെ ഒരു വീട് വേണമെന്ന് പറയുന്നതിനേക്കാളും ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ റൂമിനൊക്കെ മാച്ച് ആയിട്ടുള്ള കളർ കോമ്പോസ് ഇതൊക്കെ ചൂസ് ചെയ്യാൻ ചില ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കസ്റ്റമേഴ്സൊക്കെ സാർ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ബേസിക്കലി പ്ലാനിങ് ആണ് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് അവരെ റിക്വയർമെൻറ്റ് വി യൂസ് ടു ടേക്ക് ഇൻ റൈറ്റിംഗ്. വി ഡു ലേ ഔട്ട് വിത്ത് ദെയർ കമൻറ്റ്സ്. വി will definitely try to incorporate with their comments if there is no obstruction, space, direction. ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ടേക്ക് ഇൻ കൺസിഡറേഷൻ. ദെൻ we will freeze the layout. Once we freeze the layout, we used to do 3D renderings. അപ്പോൾ ഈ പറഞ്ഞ പിന്നെ കളർ കോംബോയും അല്ലെങ്കിൽ അകത്തുള്ള ഇൻറ്റീരിയറും ഒക്കെ വി മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഇൻസൈഡ് ദിസ് 3D renderings. അപ്പോൾ അവർക്കൊരു വിഷ്വൽ അറിയാൻ പറ്റും ഹൗ ദേ ആർ ഗോയിങ് ടു ആൻഡ് ഹൗ their ഹൗസ് വിൽ ബി, അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു ഇതുണ്ട് നമുക്ക്. അപ്പം നമുക്ക് അങ്ങനെ അത് ചെയ്യാൻ പറ്റും. എൻ്റെ അത് സാറ് പറഞ്ഞാൽ ഇപ്പം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ ഓൾറെഡി കസ്റ്റമറിൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ടാവും. പക്ഷേ ചില സമയങ്ങളിൽ മോസ്റ്റ് ഓഫ് ദ ടൈം അത് എക്സീഡ് ചെയ്ത് പോവാറുണ്ട്. അപ്പം മണി വേസ്റ്റേജ് എന്ന് പറയുന്നൊരു സംഭവം അവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനൊരു മണി വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള മെഷേഴ്സൊക്കെ എന്തൊക്കെയാണ് സാറ്? സോ കോസ്റ്റ് മാനേജ്മെൻ്റ് അല്ലേ? സോ എഗെയിൻ പ്ലാനിങ് ഒന്നാമത്തെ കാര്യം. വി ഡു പ്രോപ്പർ പ്ലാനിങ്. 2, ഇപ്പോൾ ആരായിരുന്നാലും ഇപ്പോൾ ആർക്കാണ് ഈ പ്രോജക്റ്റ് അലോക്കേറ്റ് ചെയ്തിരുന്നാലും ക്ലയൻറ്റ് ഷുഡ് ബി എ പ്രൊഫഷണൽ പേഴ്സൺ, അല്ലേ? എന്ന് പറഞ്ഞാൽ യു ഡെഫിനറ്റ്ലി വിൽ ഹാവ് എ പ്ലാൻ ആൻഡ് എൻ എലിവേഷൻ വിച്ച് ഈ അൺവാണ്ടഡ് സ്ട്രക്ചേഴ്സ് എല്ലാം വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ എന്താ പറയുക, ലേബേഴ്സ് lack of knowledge of the work, പ്രോപ്പറായിട്ട് മെറ്റീരിയൽ മിക്സിങ് ചെയ്യാൻ പറ്റാത്തത്, ഇംപ്രോപ്പർ ആൻഡ് ആപ്റ്റ് അല്ലാത്ത മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, അൺവാണ്ടഡ് സ്ട്രക്ചേഴ്സ്. ആസ് ഐ സെഡ്, ചിലടത്ത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആരെങ്കിലും ഒരു വീട് കണ്ടിട്ട് അത് അഡോപ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ബട്ട് അവരെ ഡയറക്ഷനും അവരെ ഒരു വീടിൻ്റെ ലൊക്കേഷനും വച്ചിട്ട് ചിലപ്പോൾ അത് അവർക്ക് മാച്ച് ആയിരിക്കും. ഈ കെനോപ്പീസ് എല്ലാം വലിച്ചു വാരിയിട്ട് വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് അൺവാണ്ടഡ് വേസ്റ്റ് ഓഫ് മണി. Definitely, the main thing is you should have consult a person who is well professional and who has enough knowledge on the construction. And you should allocate laborers who is we have a knowledge of mixing all these things. എന്തെങ്കിലും ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ഷനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ടിപ്സ് പോലെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ എന്തെങ്കിലും? The biggest tip is again planning.
പ്ലാനിങ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടിപ്പ് കൊടുക്കാനുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് അല്ലേ. യു ഷുഡ് ഗീവ് പ്രോപ്പർ ടൈം ടു ദ ഡിസൈനർ ഹു യു അലോക്കേറ്റ് ദ വർക്ക്. അടുത്തത് എന്താ പറയുക, ഷുഡ് ഗീവ് വർക്ക് ടു ദ കോൺട്രാക്ടർ ഹു ഈസ് ആക്ച്വലി എ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ കൊടുക്കണം. ദേ ഷുഡ് ബി അപ്ഡേറ്റഡ് വിത്ത് ദ ലേറ്റസ്റ്റ് കൺസ്ട്രക്ഷൻ ട്രെൻഡ്സ്. ഓക്കെ, ആസ് ഐ സെഡ് ബിഫോർ, ഈ കോസ്റ്റ് മാനേജ്മെൻറ്റ് ഇതിൻ്റെ ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ അൺവാണ്ടഡ് സ്ട്രക്ചേഴ്സ് എല്ലാം ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മേ ബി അഡോപ്ഷൻ ഇസ് നോട്ട് ആൻ ആൻസർ. യു ഷുഡ് നോട്ട് അഡോപ്റ്റ് ഫ്രം സം വൺ എൽസ് ഹോം. വേറൊരാളെ വീട്ടിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ നിൽക്കരുത്. കാരണം അവരുടെ റിക്വയർമെൻറ്റ് വേറെയാണ്, അവരതനുസരിച്ചിട്ടാണ് അവരത് ചെയ്തത്. ഇതൊക്കെ ടിപ്സ് ആയിട്ടാണ്. സാറിൻ്റെ കോൺസെപ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിസൈൻ എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മൈ കോൺസെപ്റ്റ് ഈസ് ഐ ഡോണ്ട് റിപ്പീറ്റ് എനിത്തിങ്. ഞാനിപ്പോൾ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വെച്ചത് ക്ലോസ് ചെയ്യും. അടുത്തൊരു പ്രോജക്റ്റിന് പോകുമ്പോൾ അവിടുത്തെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് നേരത്തെ ചെയ്ത പ്രോജക്റ്റിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോകാറില്ല. ഐ നെവർ റിപ്പീറ്റ് എനി ഡിസൈൻഡ് പ്രോജക്റ്റ്. പിന്നെ we try to give them like natural lighting inside the home, cross ventilations, apt interior, landscaping. ഇതിനൊക്കെ മുൻഗണന നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വീടുകൾ കൊടുക്കാറുണ്ട്. സോ കൺസ്ട്രക്ഷൻ ഈസ് എൻ ആർട്ട്. അപ്പോൾ ഐ യൂസ് ടു like I deal with the mutual growth as a company and the client benefit. So this is സാറിൻ്റെ ഇപ്പോൾ ഈ ഒരു കമ്പനി ഓൾമോസ്റ്റ് 1 year ആയി തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ സാർ ഒരുപാട് പുതിയ കോൺസെപ്റ്റ്സ് കൊണ്ടുവന്നു, ഒരുപാട് പുതിയ ഐഡിയാസ്. ഈ ഐഡിയാസും കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സിന് ഏതൊക്കെ രീതിയിലാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്തുകൊണ്ട് വേറെ ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനീസിനെ അപേക്ഷിച്ച് സാറിൻ്റെ കമ്പനി എന്തുകൊണ്ട് ചൂസ് ചെയ്യണം? അവർക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഈ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് ആക്ച്വലി സ്പേസ് മാനേജ്മെൻ്റ് ആണ്. Interior design is a space management where എല്ലാ വീട്ടിലും കാണും, ഒരു ടേബിൾ കാണും, ഒരു വാർഡ്രോബ് കാണും, അല്ലെങ്കിൽ ബെഡ് കാണും. അപ്പോൾ we recently designed a concept where this all comes in a single furniture. It's called multifunctional conceptual furniture where bed, study table, cupboard and under drawers, a shelf, bookshelf is attached in a single piece. So this can help them rather messing up with single piece around all the corners of the wall. So this is why we do a furniture conceptual furnitures. So basically we don't recommend this to the client, and we actually we don't recommend means we don't do a business in between. We tell them that we have this furniture which is useful for your home. So that kind of project we used to implement this multifunction, and we have on sale also. And quality and cost related? Quality and cost means we have a price. We never we undergo the cost, the product cost in the, maybe we'll put 5 or 6 or 10% of our value, profit value. So negotiation ആ റേറ്റ് മെറ്റീരിയൽ കുറച്ചുകൂടെ കുറച്ച് വരിക അങ്ങനെയൊന്നും ആക്ച്വലി നമുക്ക് നടക്കില്ല. കാരണം വി ഡു വിത്ത് ക്വാളിറ്റി മെറ്റീരിയൽസ്. ഐ മീൻ ലൈക്ക് മെറൈൻ പ്ലൈ ആണ് വേണമെന്നുണ്ടെങ്കിൽ ISI മാർക്കുള്ള മെറൈൻ പ്ലൈ ഇട്ട് തന്നെ ചെയ്യും, 710 ഗ്രേഡ്. അതിനെ നമ്മൾ സാധാരണ MDF ഇട്ടോ HDF ഇട്ടോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത് ക്ലയൻറ്റ് നമ്മളെ അടുത്ത് പറയുമ്പോൾ നമ്മൾ അവർക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് നോട്ട് ആപ്റ്റ് ഫോർ യുവർ ഇൻറ്റീരിയർ, ഇറ്റ് വിൽ നോട്ട് ലോങ് ലാസ്റ്റ്. സാർ ഇപ്പം ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സിനെ പറ്റി പറയുമ്പോൾ മെയിൻ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ക്യാപ്സ്യൂൾ ഹോട്ടൽ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഹോട്ടൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അങ്ങനെ വേറൊരു കമ്പനിയും അഡോപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം സാറിൻ്റെ കമ്പനിയാണ് അത് ആദ്യമായിട്ട് കേരളത്തിൽ തുടങ്ങുന്നത്. അപ്പം ക്യാപ്സ്യൂൾ ഹോട്ടലിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ക്യാപ്സ്യൂൾ ഹോട്ടൽ ആക്ച്വലി നമ്മൾ റീഡിസൈൻ ചെയ്തതാണ്. ആക്ച്വലി ദിസ് കോൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ് 1879 ഇൻ ജപ്പാൻ. അത് ജാപ്പനീസ് കോൺസെപ്റ്റാണ്. അപ്പോൾ അതിന്
ഈ കോൺസെപ്റ്റ് മനസ്സിൽ വരാൻ കാരണം വി ആർ ഗിവിങ് ആൻ ഇൻഡിവിജ്വൽ ലക്ഷറി ഇൻ എ ലെസ് ബഡ്ജറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ ക്യാപ്സ്യൂൾ ഹോട്ടലിൻ്റെ അകത്ത് there is an HVAC system. HVAC means AC, ventilation, everything is there. There is a TV. You will feel like a luxury dormitory which has a privacy. And this actually worked for the hotel industry. So we are still under the progress of introducing this to the hotel managements. Few of them are interested and we are about to start sailing the capsule hotel. ക്യാപ്സ്യൂൾ ഹോട്ടൽ അല്ലാണ്ട് തന്നെ സാർ ഇപ്പം മൾട്ടി ഫർണിച്ചർ ഒരു ബെഡ് കോൺസെപ്റ്റ് പറഞ്ഞു, അത് കൂടാണ്ട് വേറെ മറ്റ് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് സാറിൻ്റെ കമ്പനിയിൽ? We have another one called extendable workstation. ഇപ്പോൾ ഈ പാൻഡമിക് കാരണം എല്ലാവരും വർക്ക് ഫ്രം ഹോമാണ്. സോ എല്ലാവർക്കും വീട്ടിൽ ഇപ്പോൾ ഒരു ഓഫീസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. സോ വാട്ട് വി ഹാവ് ഡെവലപ്ഡ് ഈസ് 1.5 meter width by extending it till 3 meter. 3 meter illengi 2 meter as per their requirement. We create a workstation which is soundproof with proper ventilation. They feel like they are working in an office. Our concept it is also on sale now. ഈ ഒരു ഇപ്പം COVID-19 സിറ്റുവേഷനിലാണ്. അപ്പം ഈ ഒരു ടൈമിൽ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്ന എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഫേഴ്സ് എന്തെങ്കിലും സാറിൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഈ പറഞ്ഞ 3 കോൺസെപ്ച്വൽ ഫർണിച്ചേഴ്സ്, എക്സ്റ്റെൻഡബിൾ വർക്ക് സ്റ്റേഷൻ, മൾട്ടി ഫങ്ഷണൽ ഫർണിച്ചർ, പിന്നെ നമ്മുടെ ക്യാപ്സ്യൂൾ ഹോട്ടൽ. ഈ പറയുന്ന ഈ മൾട്ടി ഫങ്ഷണൽ ഫർണിച്ചർ ഈസ് 40% ഓഫാണ് ഇപ്പോൾ ഫോർ ടിൽ നെക്സ്റ്റ് 30 days, ഒരു മാസം. എക്സ്റ്റെൻഡബിൾ ഫർണിച്ചറും അതേപോലെ 40% ഓഫ് ഉണ്ട്. ദിസ് ഈസ് അവൈലബിൾ ടു പർച്ചേസ് ഇൻ ഓൾ ഓൺലൈൻ സൈറ്റ്സ് ലൈക്ക് JD Mart, വ്യാപാരി ഓൺലൈൻ, ആമസോൺ. ഇതിലെല്ലാം ഇപ്പോൾ ഇത് ഓൺ സെയിലാണ്. ഇതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ പാൻഡമിക് കാരണം ലൈക്ക് വി സ്റ്റാർട്ടഡ് ഓൺ എ പാൻഡമിക് ടൈം അല്ലേ. അപ്പോൾ ലൈക്ക് പീപ്പിൾ ഗോട്ട് ടൈം to plan their real estate programs. Okay, എങ്ങനെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വീട് വയ്ക്കാനും അല്ലെങ്കിൽ വീടിനെ കുറിച്ച് പ്ലാൻ ചെയ്യാനും ഒക്കെ they had a time. I'm talking about a year back. Okay, so we were approached few of them and our staff also was on work from home. We even got enough time to design in a proper way and they got enough time to review it. We had a conversation that was kept. ഇത് പിന്നെ നമുക്ക് ഈ പാൻഡമിക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇറ്റ് വാസ് ബീൻ awarded to us. ലൈക്ക് ഇനിയിപ്പോൾ അഗെയിൻ ദ പാൻഡമിക് ഈസ് ഓൺ ദ നെക്സ്റ്റ് ലെവൽ. സോ വി ഗിവ് ഡിസ്കൗണ്ട്സ് ടു what do you call designs, interior designing. We used to make conceptual ideas for franchises, brands. Okay, like coffee shop brands. We create franchisee concepts and we develop design concepts. So all these things, these are major primary business. All our concepts are patent registered and it is all right been reserved by us. ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും സാർ ഇങ്ങനൊരു സക്സസ്ഫുൾ ലെവലിലേക്ക് എത്തിയത് സാറിൻ്റെ വേഴ്സിറ്റാലിറ്റി, സാറിൻ്റെ സ്കിൽസ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലോടുള്ള സാറിൻ്റെ ഇൻട്രസ്റ്റും സിൻസിയറിറ്റിയൊക്കെ കൊണ്ടാണ്. അപ്പം ഇനിയും ഇതുപോലെ ഒരുപാട് ഗ്രോത്തും സക്സസ്സും ഒക്കെ ഫ്യൂച്ചറിൽ സാറിനും സാറിൻ്റെ വാലൻഫോർഡ് ഗ്രൂപ്പിനും ഉണ്ടാകട്ടെ എന്ന് BTALKS ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സാർ.